നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. റയൽ മാഡ്രിഡിന്റെ ജർമ്മൻ സൂപ്പർ താരം ടോണി ക്രൂസ് വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുന്നു. വരുന്ന യൂറോ കപ്പ് തന്റെ അവസാനത്തെ ടൂർണമെന്റ് ആയിരിക്കുമെന്നും യൂറോ കപ്പോടുകൂടി താൻ ആക്റ്റീവ് ഫുട്ബോളിൽ നിന്ന് വിരമിക്കുകയാണെന്നുമാണ് ഇപ്പോൾ ക്രൂസ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. റയൽ മാഡ്രിഡിനായിട്ടുള്ള താരത്തിന്റെ അവസാന മത്സരം യുവേഫ ചാമ്പ്യൻസ് ലീഗിലെ ഫൈനൽ മത്സരമായിരിക്കും. തന്റെ മനസ്സിൽ ഇപ്പോഴുള്ളത് ആ 15ാം കിരീടം റയലിനൊപ്പം നേടുക എന്നുള്ളതാണ് എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. ഏതായാലും തന്റെ വിരമിക്കൽ സന്ദേശത്തിൽ കൃത്യമായിട്ട് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു വെക്കുന്നു. തന്റെ പെർഫോമൻസിന്റെ പീക്കിൽ നിൽക്കുമ്പോൾ വിരമിക്കുക എന്നുള്ളത് തന്റെ ആഗ്രഹമായിരുന്നു. ഇപ്പോൾ റൈറ്റ് ടൈമിൽ താൻ അത് പ്രഖ്യാപിക്കുകയാണ് എന്നാണ് ക്രൂസ് അറിയിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇത് വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു പ്രഖ്യാപനമായി പോയി. അദ്ദേഹത്തിന്റെ കോൺട്രാക്ട് റയൽ മാഡ്രിഡ് പുതുക്കിയേക്കുമെന്ന തരത്തിൽ വാർത്തകൾ വന്നുകൊണ്ടിരിക്കവെയാണ് ഇങ്ങനെ ഒരു പ്രഖ്യാപനം വരുന്നത്. 34-കാരനായിട്ടുള്ള ടോണി ക്രൂസ് തന്റെ സീനിയർ കരിയർ ആരംഭിക്കുന്നത് ബയേൺ മ്യൂണിക്കിലൂടെയാണ്. 2014 അദ്ദേഹം പിന്നീട് റയൽ മാഡ്രിഡിലേക്ക് ചേക്കേറുന്നത്. അവിടെയും അദ്ദേഹം ഇതിഹാസം രചിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. 2014 ബ്രസീലിയൻ വേൾഡ് കപ്പിൽ ബ്രസീലിൽ നടന്ന വേൾഡ് കപ്പിൽ കിരീടം ചൂടിയ ജർമ്മൻ ടീമിൽ അദ്ദേഹം അംഗമായിരുന്നു. 108 അന്താരാഷ്ട്ര മത്സരങ്ങൾ ഇതുവരെ ജർമ്മനിക്ക് വേണ്ടി ടോണി ക്രൂസ് കളിച്ചിട്ടുണ്ട്. ബൂണ്ടസ് ലീഗയിലും അതുപോലെ ലാ ലീഗയിലും ഒക്കെ ഒരുപോലെ മിന്നിക്കത്തി. ബയേൺ മ്യൂണിക്കിനൊപ്പവും റയൽ മാഡ്രിഡിനൊപ്പവും നിരവധി കിരീടങ്ങൾ സ്വന്തമാക്കി. 2007, 2008, 2012, 2013, 2013, 2014 സീസണുകളിലായി 3 തവണ അദ്ദേഹം ബയേണിനൊപ്പം ബൂണ്ടസ് ലീഗയിൽ കിരീടം ചൂടിയപ്പോൾ 4 തവണ അദ്ദേഹം ലാ ലീഗയിലെ റയൽ മാഡ്രിഡിനൊപ്പം കിരീടം ചൂടിയിട്ടുണ്ട്. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ 2012-13 ബയേണിനൊപ്പം കിരീടം ചൂടിയ താരം യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ 4 തവണ റയൽ മാഡ്രിഡിനൊപ്പം കിരീടം ചൂടി. യുവേഫ സൂപ്പർ കപ്പും ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പും ഓരോ തവണ ബയേണിനൊപ്പം നേടിയപ്പോൾ യുവേഫ സൂപ്പർ കപ്പിൽ 3 തവണ റയൽ മാഡ്രിഡിനൊപ്പം കിരീടം ചൂടി. അതുപോലെ ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിലാവട്ടെ അദ്ദേഹം 5 തവണയാണ് റയൽ മാഡ്രിഡിനോടൊപ്പം ഇതുവരെ കിരീടം ചൂടിയിട്ടുള്ളത് എന്ന കാര്യം ഓർക്കുക. അങ്ങനെ അനവധി കിരീടങ്ങൾ വാരിക്കൂട്ടി ആ ലെജൻഡ് മടങ്ങുകയാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ഓഫ് എത്താം.